1959 വിപ്ലവത്തിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ക്യൂബ കടന്നു പോകുന്നത്. ഇപ്പോഴുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. വൈദ്യുതി ലഭ്യതക്കുറവ്, കറൻസി റിസർവ് തകർച്ച, ഭക്ഷണ ഇന്ധന ലഭ്യതക്കുറവ് ഇതൊക്കെയാണ് മറ്റ് പ്രശ്നങ്ങൾ. ഇത് രൂക്ഷമാക്കുന്ന തരത്തിലുള്ള അമേരിക്കൻ ഇടപെടലുകളുമുണ്ട്. ഇന്നത്തെ ആദ്യ വിശകലനം അതാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെതിരായ ഓസ്ട്രേലിയൻ പ്രതിഷേധം, കൂടെ ഒരു വീഡിയോയും. ക്യൂബയ്ക്ക് മേലുള്ള അമേരിക്കൻ ഇന്ധന നിരോധനം രാജ്യത്തെ പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നു. ആശുപത്രികളുടെയും ഗതാഗത സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പാടെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചില ആശുപത്രികളൊക്കെ നിലവിൽ തന്നെ സർജറികളും മറ്റും നിർത്തിക്കഴിഞ്ഞു. ചിലർ ഔട്ട് പേഷ്യൻ്റ് സർവീസുകൾ നിർത്തിയിരിക്കുന്നു. മരുന്നുകൾ പലതും ലഭ്യമല്ലാതായിരിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലും ഈ പ്രശ്നം ക്യൂബ നേരിടുന്നുണ്ട്. മാനുഷികമായ സഹായം പലയിടത്തു നിന്നും കിട്ടുന്നത് കൊണ്ടാണ് അത്രേ പട്ടിണി മരണങ്ങളിലേക്ക് രാജ്യം കടക്കാത്തത്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ജനങ്ങളുടെ കാര്യം കൂടുതൽ പരിതാപകരമായി മാറും. കഴിഞ്ഞ മാസം ട്രംപ് പുറത്തിറക്കിയ ഉത്തരവാണ് കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിച്ചത്. ക്യൂബയ്ക്ക് ഇന്ധനം നിൽക്കുകയോ ലഭ്യമാക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ നികുതി ഏർപ്പെടുത്തുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. രാജ്യത്തെത്തുന്ന അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയില്ല എന്ന് ക്യൂബൻ നാവികസേനാ കേന്ദ്രങ്ങൾ അറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ ഈ ദ്വീപിലേക്കുള്ള വിമാന സർവീസ് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ വെട്ടിച്ചുരുക്കാനും രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ 4 ദിവസമായി ചുരുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിൽ നിന്നും രാജ്യം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല. ഉണ്ടായിരുന്ന ടൂറിസം സാധ്യതകളൊക്കെ അതിനുശേഷം പച്ച പിടിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മെലീസ ചുഴലിക്കാറ്റ് വന്നത് അതിനിടയിലാണ്. 8 ലക്ഷത്തോളം ആളുകളാണ് അതിനിരയായത്. അവരുടെ വീടുകളും മറ്റും തകർക്കപ്പെട്ടു. അതിനു പുറമെയാണ് ഇപ്പോഴത്തെ ഉപരോധം. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ കഴിഞ്ഞ ദിവസം അത്തരം ഒരു സൂചനയും നൽകിയിരുന്നു. അതേസമയം തങ്ങളൊരു മാറ്റത്തിന് ശ്രമിക്കില്ലെന്നും പക്ഷെ ഒരു മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ആകട്ടെ ക്യൂബയിൽ ഒരു തരത്തിലുമുള്ള മാനുഷിക പ്രശ്നങ്ങളും ഇല്ലെന്നും അവർ മിക്കവാറും തങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് വരിക തന്നെ ചെയ്യും എന്നുമാണ് വിശ്വസിക്കുന്നതും പറയുന്നതും. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയവരുമായുള്ള അവരുടെ ബന്ധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെയാണ് ട്രംപ് പ്രശ്നങ്ങളായി പ്രഖ്യാപിച്ചത്. ദശകങ്ങളായി അമേരിക്കൻ ഉപരോധത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ക്യൂബ. ഇക്കഴിഞ്ഞ ജനുവരിയിൽ വെനിസ്വേലയിൽ അമേരിക്ക ഇടപെട്ട് ഭരണമാറ്റം നടത്തിയതോടെ ആകപ്പാടെ കിട്ടിക്കൊണ്ടിരുന്ന സഹായവും ക്യൂബയ്ക്ക് നഷ്ടമായി. പിന്നെ ഉണ്ടായിരുന്നത് മെക്സിക്കോയാണ്. താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി വന്നതോടെ അവരും സഹായം നിർത്തി. കാനഡയാവട്ടെ ക്യൂബയിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തി. ഇനി വളരെ ചുരുങ്ങിയ ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമേ ക്യൂബയുടെ പക്കലുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യൂബയിലെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റഷ്യയും പറയുന്നത്. അവരിപ്പോഴും ക്യൂബൻ ഭരണ നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ക്യൂബൻ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്നും വിദേശ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്നും ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ സഹായം അനുവദിക്കുമെന്നും ചൈന പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ സന്ദർശനത്തിന്റെ മുന്നോടിയായി ഓസ്ട്രേലിയയിൽ പ്രതിഷേധം കനക്കുകയാണ്. ബോണ്ടി ബീച്ചിലുണ്ടായ ആക്രമണത്തിന്റെ കനം കുറയ്ക്കാനും ജൂത സമൂഹത്തിന്റെ പ്രതിഷേധം തണുപ്പിക്കാനും ഇസ്രായേലിന്റെ സന്ദർശനം ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഓസ്ട്രേലിയൻ അധികാരികൾ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെയും ഗവർണർ ജനറലിനെയും പ്രതിപക്ഷ നേതാവിനെയും സന്ദർശിക്കുന്നതിനൊപ്പം ജൂത സമൂഹത്തിലെ പ്രമുഖരെയും അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ഹെർസോഗ് കാണും. ജൂത സമൂഹത്തിന്റെ വേദന ഓസ്ട്രേലിയൻ പ്രസിഡന്റ് രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്ന ആരോപണം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ജൂയിഷ് കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയയാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിന്റെ തലവനെ ജൂത സമൂഹത്തിന്റെ പ്രതിനിധിയായി ക്ഷണിച്ചത് പ്രതിഷേധാർഹമാണെന്നാണ് ഇവർ പറയുന്നത്. ഐക്യരാഷ്ട്രസഭ വംശഹത്യാ കുറ്റവാളിയായി കണ്ട ഒരാൾ പ്രതിഷേധത്തിൽ നിന്നും സംരക്ഷിതനായിരിക്കാൻ പാടില്ലെന്നാണ് ഓസ്ട്രേലിയയിലെ ജനം പറയുന്നത്. ആംനസ്റ്റിയും സന്ദർശനത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി ഇതുവരെ ഇല്ലാത്ത തരത്തിലാണ് രാജ്യം നടപടികൾ എടുത്തിരിക്കുന്നത്. മുൻപ് വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രം സ്വീകരിച്ചിരുന്ന നടപടികളാണ് ഇത്തവണ കാണുന്നത്. ചില സ്ഥലങ്ങളിലേക്കുള്ള പ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനെതിരെ പ്രതിഷേധക്കാർ കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയവർക്കെതിരെ ക്രൂരമായ രീതിയിൽ ഭരണകൂടം അക്രമം നടത്തിയെന്നാണ്
നിലവിലുള്ള ആരോപണം. നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ വരെ ആക്രമിച്ചു എന്നാണ് ആരോപണം. പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങൾ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. 50,000-ഓളം വരുന്ന പ്രകടനക്കാരെ സിഡ്നിയിൽ പോലീസ് തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നാണ് സമരക്കാർ ഉയർത്തുന്ന പ്രധാന ആരോപണം. ഒരു ഫുട്ബോൾ റഫറി വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? തൻ്റെ അധികാരം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസാന അവസരം കൂടെ നൽകുക എന്നതാവും അത്. ഈ ഫുട്ബോൾ കളിക്കാരെ ശ്രദ്ധിക്കൂ. റഫറിക്കുള്ള യാത്രയപ്പ് നൽകുകയാണവർ. അതിനിടയിലാണ് ഒരു കളിക്കാരൻ തൻ്റെ ഷർട്ട് ഊരി നിൽക്കുന്നത്. ഗ്രൗണ്ടിൽ ഷർട്ട് ഊരുന്നത് മഞ്ഞക്കാട് കിട്ടത്തക്ക കുറ്റമാണ്. റഫറി അവസാനമായി തൻ്റെ മഞ്ഞക്കാട് പുറത്തിറക്കുന്നു. കളിക്കാർക്ക് സന്തോഷമാവുന്നു. മറ്റൊന്നിനുമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട റഫറിയെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത്. നന്ദി.